ഒരുപാട് നാളത്തേക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ സുർക്കൊന്നും ചേർക്കാത്ത നല്ല നാടൻ അച്ചാറിന്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം മാങ്ങ നമ്മളിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ വെള്ളം നനവ് പാടില്ല. അപ്പോൾ മാങ്ങ കഴുകിയിട്ടാണെങ്കിൽ നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. മുറിവോ ചതവോ ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം അച്ചാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പും ചേർത്തിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് അങ്ങനെ വെക്കാം. ഇനി നമ്മൾ തൊട്ട് പിറ്റേ ദിവസം കുറച്ചധികം കടുകും ഉലുവയും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ കിടകിടാന്ന് പൊട്ടി വരുമ്പോൾ രണ്ടിന്റെയും വറവിന്റെ പാകം അതാണ്. അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളെ കുറച്ചധികം നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ, അതായത് പൊടികൾ ചേർക്കുമ്പോൾ കരിയരുത്, ആ ഒരു പാകത്തിൽ വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കളറിന് വേണമെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. കടുക് നമ്മളൊരു കുറച്ച് തരിതരിയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഉലുവ ഏതാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്ത് ഒരു ദിവസത്തെ വെയിലൊക്കെ കൊള്ളിച്ചതിന് എടുക്കുമ്പോൾ ഈ മാങ്ങയിലെ വെള്ളമൊക്കെ ഇങ്ങനെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളെല്ലാം കൂടെ ചേർക്കുക. ഉലുവപ്പൊടിയും കുറച്ചധികം കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഏതാണ്ട് ഒരു 3 ദിവസം ഒരു കോട്ടന്റെ തുണി വെച്ച് മൂടി ഇതങ്ങനെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി ആ ഭാഗം. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞത്. പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ 3 ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങയിൽ ഇങ്ങനെ എണ്ണ മൊത്തം ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാര്യം ചെയ്യാണ്ട് നല്ല എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂട് മൊത്തം ആറി വരുമ്പോൾ ഈ ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ ആവണം. എന്നിട്ട് വേണം ഈ അച്ചാർ അതിലേക്ക് നിറയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം സ്പേസ് നമ്മൾ അതിൽ വിടണം. എന്താ വെച്ചാൽ ഇനി അതിന് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കൊണ്ടേയിരിക്കും. കുറച്ച് സ്പേസ് ഇട്ടില്ലെങ്കിൽ അത് മൊത്തം പുറത്തു പോകും. പക്ഷെ ഉപയോഗിക്കാറായിട്ടില്ല. ഇനി ഒരു 3 ആഴ്ചയും കൂടെ കഴിഞ്ഞാലാണ് ഈ അച്ചാറെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക.